നമസ്കാരം. പരമ്പരാഗത കൈക്കൂലി രീതിയിൽ മാറ്റം വരുത്തിയാണ് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷവും നാട് ഭരിച്ചത്. അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് ഏജൻസികൾക്ക് എല്ലാ ഇടപാടുകളുടെയും കൺസൾട്ടൻസി കൊടുത്ത് വലിയ തുക നിയമപരമായി മാറ്റിയായിരുന്നു അഴിമതികളിൽ ഒന്ന്. അഴിമതിയെ പ്രൊഫഷണലൈസ് ചെയ്താണ് പിണറായി ഭരണം മുമ്പോട്ട് കൊണ്ടുപോയത്. ഈ നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് ഏറ്റവും സുപ്രധാനമായത് ഡാറ്റയാണെന്നും ഒരാളുടെ കൃത്യമായ ഡാറ്റയുണ്ടെങ്കിൽ അതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം എന്നും കണ്ടുപിടിച്ച മഹാന്മാരിൽ ഒരാൾ തന്നെയാണ് പിണറായി. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും. ആ സ്മാർട്ട് ഫോണിന് അറിയാവുന്നതുപോലെ നമ്മളെക്കുറിച്ച് മറ്റാർക്കും അറിയില്ല. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക്, ഭർത്താവിനെ ആർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ എല്ലാ ഇടപാടുകളും ഈ സ്മാർട്ട് ഫോണിൽ ഒതുങ്ങുന്നു. ഈ സ്മാർട്ട് ഫോൺ ഓരോ ദിവസവും ചെല്ലുന്തോറും പുതിയ പുതിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഈ സ്മാർട്ട് ഫോണിൻ്റെ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനികൾക്കറിയാം. നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, നമ്മുടെ വിനോദ താല്പര്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ബലഹീനതകൾ ഇതൊക്കെ അറിയുന്ന ഈ സ്മാർട്ട് ഫോണിനെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ അവ ഫലപ്രദമായി വിപണനം ചെയ്താണ് അവരുടെ കച്ചവടം കൊഴിപ്പിക്കുന്നത്. അതേ തന്ത്രം തന്നെയാണ് പിണറായി വിജയൻ എന്ന തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനും നമ്മളോട് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഡാറ്റകൾ ശേഖരിച്ച് അവ വേണ്ടപ്പെട്ടവർക്ക് വീതം വെച്ച് പിണറായി ആരുമറിയാതെ അഴിമതി നടത്തുന്നു എന്ന ആരോപണത്തിന് ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. ആ ഡാറ്റ മോഷണം എന്ന മഞ്ഞുമലയിലെ ഒരു അറ്റം മാത്രമായിരുന്നു രമേശ് ചെന്നിത്തല പുറത്തേക്ക് കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ വിവാദം. കൊണ്ടുവന്ന ചെന്നിത്തലയ്ക്ക് പോലും അത് ഫലപ്രദമായി ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് ഒരിടത്തും എത്താതെ പോയി. ഇപ്പോഴിതാ ഈ ഭരണം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് വലിയൊരു ഡാറ്റ മോഷണത്തിന് ഒരുങ്ങുകയാണ് പിണറായിയുടെ സർക്കാർ. പിണറായി വിജയൻ്റെ ആരോഗ്യ വകുപ്പാണ് അടിസ്ഥാനപരമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ബാക്കിയുള്ളപ്പോഴും ധൃതി പിടിച്ച് ഡാറ്റ മോഷണത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കം ദൈനംദിനം ആശാ വർക്കർമാർ മുതൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വരെ ചെയ്യേണ്ട പണികളൊക്കെ മാറ്റിവെച്ചിട്ട് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജൻ കൊബ്രാഗഡെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് നമ്മുടെ ആരോഗ്യ ഡാറ്റ ശേഖരിക്കാനാണ്. അതിനുവേണ്ടി പല യോഗങ്ങളാണ് ഈ ദിവസങ്ങളിൽ ചേർന്നിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ പലതരത്തിലുള്ള ആലോചനാ യോഗങ്ങൾ ചേർന്നു. ഉടനടി ഡാറ്റ കളക്ഷൻ ആരംഭിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇതിനുവേണ്ടി കേരളത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല പദ്ധതികൾക്കും രൂപം കൊടുക്കുകയും എല്ലാവരും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. ഈ നീക്കത്തിന് നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കൊബ്രാഗഡെ ഈ വർഷം വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഡാറ്റകളുടെ പശ്ചാത്തലത്തിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലിക്ക് കയറാനാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ പലപ്പോഴും ഇത്തരം സുപ്രധാന പദവിയിൽ ഇരുന്നവർ വേണ്ട ഡാറ്റകളുമായി എത്തിയാൽ വലിയ ശമ്പളത്തിൽ ജോലി കൊടുക്കും. സർക്കാരിൽ വീണ്ടും സേവനത്തിന് കയറിയാൽ പേരുദോഷം ഉണ്ടാകുന്നത് പോലെ സ്വകാര്യ കമ്പനിയിൽ കയറിയാൽ ഒരു കുഴപ്പമില്ല. അതിബുദ്ധിമാന്മാരായ പല റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് ശേഖരിക്കുന്ന ഡാറ്റകളോടെയാണ് പുതിയ ലാവണത്തിലേക്ക് പോകുന്നത്. രാജൻ കൊബ്രാഗഡയ്ക്ക് ടാറ്റയിൽ നിന്നും വമ്പൻ ഓഫർ ഉണ്ടെന്നാണ് ഒരു റിപ്പോർട്ട്. മാത്രമല്ല, സ്പ്രിംഗ്ലർ പോലെയുള്ള കമ്പനികൾക്ക് ഇത്തരം ഡാറ്റകൾ ആവശ്യമാണ്. അതിനുള്ള ധൃതി പിടിച്ചുള്ള നീക്കങ്ങളും ഉത്തരവുകളും പുറത്തു വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധിക കാലമില്ലാത്തപ്പോൾ പുതിയൊരു പദ്ധതിക്ക് രൂപം കൊടുത്ത് അത് നടപ്പിലാക്കുക പ്രയാസമാണെന്നറിഞ്ഞിട്ടും പാൻഡമിക് പ്രിപ്പയർനെസ് പ്ലാൻ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നു. ഈ പദ്ധതിയുടെ അടിസ്ഥാനകരമായ ആവശ്യം എല്ലാ വ്യക്തികളുടെയും പ്രായവും രോഗവും തിരിച്ചുള്ള ഡാറ്റയാണ്. ആശാ വർക്കർമാരും ഡോക്ടർമാരും നേഴ്സുമാരും ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമടക്കം സകലരെയും ഈ പാൻഡമിക് പ്രിപ്പയറൻസ് പ്ലാനിലേക്ക് ഇപ്പോൾ ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നു. പകർച്ചവ്യാധികൾ പെരുകുമ്പോൾ അത് നിയന്ത്രിക്കാൻ സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും ചെയ്യാൻ ആർക്കും സമയം കൊടുക്കാതാണ് പുതിയ പദ്ധതിക്ക് വേണ്ടി എല്ലാവരും തയ്യാറാവാൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പല യോഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടേതടക്കം പല യോഗങ്ങളും ഈ ദിവസങ്ങളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കൊബ്രാഗഡെ വിളിച്ചു ചേർക്കുന്നുണ്ട്. ഈ യോഗങ്ങൾ ഒക്കെ വിളിച്ചു ചേർക്കുന്നത് വഴി ഉടനടി എല്ലാവരും ഫീൽഡിൽ ഇറങ്ങണമെന്നും എല്ലാ രേഖകളും ശേഖരിക്കണമെന്നുമാണ് ഉത്തരവ്. കോവിഡ് പോലെ ഒരു പകർച്ചവ്യാധി കൂടി ഉടനുണ്ടായാൽ എങ്ങനെയാണ് ആളുകളെ സംരക്ഷിക്കേണ്ടത്
എന്നതിനെക്കുറിച്ചുള്ള പഠനം എന്നാണ് സർക്കാരിൻ്റെ ഭാഷണം. പ്രാദേശികമായി പ്രായവും രോഗവും ആരോഗ്യസ്ഥിതിയും തിരിച്ച് ആളുകളെ ക്ലാസിഫൈഡ് ചെയ്ത് ആ ഡാറ്റ ദുരുപയോഗിക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് വിമർശകർ ആരോപിക്കുന്നത്. ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിനും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇത് സംബന്ധിച്ചിറങ്ങിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉത്തരവാണ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് എങ്ങനെയാണ് ഈ ഹെൽത്തി കേരള പ്ലാൻ ചെയ്യേണ്ടത് എന്ന് വിശദമായി പറയുകയാണ്. ക്യാമ്പയിൻ ടൈം ലൈൻ കൊടുത്തിരിക്കുന്നു. 1 മന്ത് ജനുവരി 26 തുടങ്ങണം, 1 മാസം കൊണ്ട് തീർക്കണം. ഇംപ്ലിമെന്റേഷൻ ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി ടു ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ച് 2026. എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് സപ്പോർട്ട് മെക്കാനിസം, എങ്ങനെയാണ് പ്ലാൻ ഇംപ്ലിമെന്റേഷൻ എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ധൃതി പിടിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വിവരങ്ങൾ ശേഖരിച്ച് പൂർത്തിയാക്കി ഡാറ്റ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇതെന്നാണ് ആരോഗ്യവകുപ്പിലെ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥർ മറുനാടിനോട് പറഞ്ഞത്. എന്തായാലും പിണറായിയുടെ അത്യാർത്തിക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ആരോഗ്യാവസ്ഥ ഇരയാവുകയാണെന്ന് സംശയിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു വരുന്നു.